ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇട്ടിമാണി വക്കീൽ ഇപ്പോൾ മീനാക്ഷിക്ക് നിഷ്പ്രയാസം തന്നെ ജാമ്യം എടുത്തു കൊടുക്കുകയാണ്. ഇട്ടിമാണി വക്കീൽ വാദിക്കുന്നത് കേട്ട് ജഡ്ജിന് പോലും എന്ത് പറയണം എന്നറിയാൻ മേലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. വാള് മോഷണം പോയ കേസിൽ മീനാക്ഷി നിരപരാധിയാണെന്നും അതിന് വേറെ അന്വേഷണം വേണമെന്നും പറയുകയാണ് ഇട്ടിമാണി. തൽക്കാലം ജാമ്യം തരാം, പക്ഷേ ഈ കോടതിയും ഞാനും ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ജഡ്ജ് ഇപ്പോൾ മീനാക്ഷിക്ക് ജാമ്യം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ നിൽക്കുകയാണ് മീനാക്ഷിയും കാർത്തിയും. രാജലക്ഷ്മി അമ്മ ഇപ്പോൾ ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ട്. അവന്തികയാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ്. അതുപോലെ തന്നെ ദേവരാജനും നല്ല ദേഷ്യത്തിൽ തന്നെയാണ്. അങ്ങനെ വാദമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ കോടതിക്ക് പുറത്തിറങ്ങി ഇട്ടിമാണി വക്കീലും രാജലക്ഷ്മി അമ്മയും തമ്മിൽ കാണുകയാണ്. അവർ സംസാരിക്കുകയാണ്. അർച്ചനയ്ക്കും മീനാക്ഷിക്കും ജാമ്യം എടുത്തു കൊടുത്തതിന് എന്ത് പ്രതിഫലമാണ് വേണ്ടതെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വക്കീൽ പറയുന്നു, ഇപ്പോൾ ഒന്നും തന്നെ വേണ്ട, അത് പിന്നീട് മതി എന്ന് പറയുന്നു. അല്ലെങ്കിൽ വേണ്ട, എൻ്റെ ഭാര്യയുടെ പിറന്നാളിന് അവിടുന്ന് ഒരു സാരി ചെയ്തു തന്നാൽ മതി എന്നും രാജലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട്. അതെയോ, അതാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. ഡിസൈൻ ചെയ്ത് മാത്രമല്ല ഞാൻ തരുന്നത്, അത് നേരിട്ട് താങ്കളുടെ ഭാര്യയുടെ കയ്യിൽ നേരിട്ട് കൊണ്ടുവന്ന് തന്ന് അഭിനന്ദനങ്ങൾ അറിയിക്കും എന്ന് പറയുകയും കൂടിയാണ് രാജലക്ഷ്മി അമ്മ. ഇത് കേട്ട് വക്കീൽ പറയുന്നുണ്ട്, നേരിട്ട് വന്ന് കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് അത്രയും സന്തോഷം എന്ന് പറഞ്ഞ് ഇപ്പോൾ പോവുകയാണ് വക്കീൽ. ഇപ്പോൾ മീനാക്ഷിയും അർച്ചനയും കൂടി അവിടെ നിൽക്കുകയാണ്. ആ സമയത്താണ് മീനാക്ഷിയുടെ കുഞ്ഞിനെയും അർച്ചനയുടെ കുഞ്ഞിനെയും കൊണ്ടുപോയ ആളെ അർച്ചന കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് അർച്ചന മീനാക്ഷിയെ അറിയിക്കുന്നു, കാണിച്ചു കൊടുക്കുകയാണ്. അതാ അയാളാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് എന്ന് അർച്ചന പറയുന്നു. അപ്പോൾ തന്നെ മീനാക്ഷി അത് കണ്ടിട്ട് മീനാക്ഷിയും പറയുന്നുണ്ട്, അതെ, ഇയാൾ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോയത്. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്നു. ഇത് കണ്ട് മീനാക്ഷിയും അർച്ചനയും കൂടി ഒരു സ്കൂട്ടർ എടുത്ത് അവർക്ക് തൊട്ടു പിന്നാലെ പോവുകയാണ്. അർച്ചനയും മീനാക്ഷിയും കൂടി സ്കൂട്ടർ എടുത്ത് പോകുന്നത് കണ്ടുകൊണ്ട് സച്ചിയും കാർത്തിയും ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ വളരെ ടെൻഷനോടെ തന്നെ അവർ തൊട്ടുപിറകെ കാറും എടുത്ത് പോവുകയാണ്. ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നെല്ലിശ്ശേരിയിൽ ഇപ്പോൾ സേതുമാധവൻ വളരെ വിഷമത്തോടെ തന്നെ ഇരിക്കുകയാണ്. അവരെ കാണാത്തിൽ അർച്ചനയ്ക്ക് ജാമ്യം കിട്ടിയിട്ടും അർച്ചന എന്താണ് വീട്ടിലെത്താത്തതെന്നോർത്ത് വളരെ വിഷമിച്ചിരിക്കുകയാണ് സേതുമാധവൻ. അർച്ചനയെ കാണാത്ത വിഷമത്തിൽ വളരെ സങ്കടത്തോടെ തന്നെ മരുന്ന് പോലും കഴിക്കാൻ തയ്യാറാകാതിരിക്കുകയാണ് സേതുമാധവൻ. എല്ലാവരും നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം മരുന്ന് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അർച്ചനയെ കാണണം എന്ന് തന്നെ വാശി പിടിച്ചിരിക്കുകയാണ്. സേതുമാധവൻ്റെ ഈ പ്രവർത്തികളൊക്കെ കണ്ട് അവന്തിക വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം സ്നേഹയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അത് കേട്ട് സ്നേഹയും വളരെ പുച്ഛത്തോടെ തന്നെ അർച്ചനയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇപ്പോൾ അർച്ചനയും മീനാക്ഷിയുമാണ് കാണിക്കുന്നത്. അർച്ചനയും മീനാക്ഷിയും ഇപ്പോഴും അവരുടെ വണ്ടിയെ പിന്തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇവരെ കണ്ട് സ്പീഡിൽ പോകുന്നു. അവരൊരു ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിറയെ കാട് പിടിച്ച ഒരു വഴിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. സമയം ഇപ്പോൾ വളരെ രാത്രിയായിരിക്കുകയാണ്. ഇരുട്ട് വീണ് കഴിഞ്ഞിരിക്കുന്നു. അവർ പെട്ടെന്ന് തന്നെ വാഹനം നിർത്തിയിടുകയാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടു പോയവർ വാഹനം നിർത്തിയിടുകയും ആ വാഹനത്തിൻ്റെ ഡോറ് പെട്ടെന്ന് തുറക്കുകയും ചെയ്യുന്നു. ആ വരുന്ന സ്പീഡിൽ സ്കൂട്ടറിൽ നിന്ന് ഡോറിലിടിച്ച് താഴെ വീഴുകയാണ് അർച്ചനയും മീനാക്ഷിയും. ഇവർ മറിഞ്ഞ് താഴെ വീണ സമയം പെട്ടെന്ന് തന്നെ ആ മോഷ്ടാക്കൾ വണ്ടിയെടുത്ത് പോവുകയാണ്. ഇവർക്ക് ബോധമില്ലാതെ കുറച്ചു നേരം കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ അർച്ചന മീനാക്ഷിയെ വിളിക്കുന്നുണ്ട്. മീനാക്ഷി എന്നാൽ കണ്ണ് തുറക്കുന്നില്ല. കുറേ നേരം വിളിച്ചിട്ടാണ് മീനാക്ഷി കണ്ണ് തുറക്കുന്നത്. എഴുന്നേൽക്കുമ്പോൾ കാലിനൊക്കെ നല്ല വേദനയുണ്ട്. രണ്ടുപേർക്കും നല്ല പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. കാലിന് നല്ല പരിക്കുണ്ട്. അങ്ങനെ അവർ പതുക്കെ എഴുന്നേറ്റ് നടക്കുകയാണ്. വലിയൊരു കാട് തന്നെയാണത്. അങ്ങനെ അവരെ തിരക്കി ഇപ്പോൾ സച്ചിയും കാർത്തിക്കും കാട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ആനയിറങ്ങുന്ന സ്ഥലമാണ്, സൂക്ഷിക്കണം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. എന്നിട്ട് ഇവരെ തിരക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഈ സമയം സന്ദീപ് സേതുമാധവനുള്ള മരുന്നുമായിട്ട് വരികയാണ്. എന്നാൽ സേതുമാധവൻ അത് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അർച്ചനയും മീനാക്ഷിയും ഇപ്പോൾ പതുക്കെ നടന്ന് കാട്ടിനുള്ളിലൂടെ നടക്കുകയാണ്. അങ്ങനെ വെളിച്ചം കാണുന്ന ഒരു ഭാഗത്തേക്ക് അവർ പതുക്കെ നടന്ന് ചെല്ലുന്നുണ്ട്. അപ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇവിടെ വെളിച്ചമുണ്ട്, ഇവിടെ ആൾതാമസമുണ്ടെന്നാണ് തോന്നുന്നത്, നമുക്കൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഇവിടെ ആരുമില്ലേ എന്നവർ വിളിക്കുകയാണ്. വിളിക്കുന്ന കൂട്ടത്തിൽ അപ്പോൾ ഒരു പ്രായമായ ഒരു സ്ത്രീ അവിടേക്ക് വരുന്നുണ്ട്.
ആ മുത്തശ്ശി ഇപ്പോൾ അവരെ അകത്തേക്ക് വിളിക്കുകയാണ്. ആ കൊലകൊമ്പൻ ഇപ്പോൾ എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആന വരുന്നതിനെ പറ്റിയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അകത്തേക്ക് വാ മക്കളെ എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് വിളിക്കുകയാണ്. ഇപ്പോൾ അർച്ചനയും മീനാക്ഷിയും അകത്ത് ഇരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് രാത്രിയിൽ ഈ കാട്ടിലെത്തിയത് എന്ന് ആ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ചെറിയ പ്രായമാണല്ലോ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ വഴിതെറ്റി വന്നതാണെന്ന് പറയുന്നു. വരുന്ന വഴിയിൽ ഞങ്ങളൊന്ന് വീണു എന്ന് മീനാക്ഷി പറയുന്നുണ്ട്. അപ്പോൾ ആ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട്. മീനാക്ഷിയുടെ കാലിന് മുറിവുണ്ടെന്നും അർച്ചനയുടെ കാലിന് ചെറിയ ചതവുണ്ടെന്നും അർച്ചന ഇപ്പോൾ ആ മുത്തശ്ശിയോട് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല മക്കളെ, എൻ്റെ കയ്യിൽ ഇതിനുള്ള പച്ചമരുന്നുണ്ട്, ഈ കഴിച്ച വേദനയൊക്കെ പമ്പ കിടക്കും എന്ന് മുത്തശ്ശി പറയുന്നു. അങ്ങനെ മുത്തശ്ശി ഇപ്പോൾ അവർക്കുള്ള പച്ചമരുന്നൊക്കെ പറിക്കാൻ പോയിരിക്കുകയാണ്. ഇപ്പോൾ സമയം നേരം വെളുക്കാറായിട്ടുണ്ട്. അങ്ങനെ മീനാക്ഷി ഇപ്പോൾ അർച്ചനയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഇത്രയും നേരം പാവം ഉറങ്ങിക്കാണില്ലല്ലോ എന്നൊക്കെ മീനാക്ഷി വിചാരിക്കുന്നുണ്ട്. മുത്തശ്ശി തന്ന മരുന്ന് എന്തായാലും നല്ലതായിരുന്നു. ഇപ്പോൾ വേദനയ്ക്ക് നല്ല ആശ്വാസമുണ്ടെന്ന് മീനാക്ഷിയും അർച്ചനയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി അവിടേക്ക് വന്ന് പറയുന്നു, അതുപോലെയുള്ള നല്ല മരുന്നാണ് ഞാൻ അകത്തേക്ക് കഴിക്കാൻ തന്നതും പുരട്ടി തന്നതും എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. നിങ്ങളിരിക്കുക, ഞാൻ നിങ്ങൾക്ക് കാപ്പി എടുക്കാമെന്ന് പറയുന്നു. പാലില്ല മക്കളെ, അതുകൊണ്ട് നല്ല ചുക്കാപ്പി തിളപ്പിച്ച് തരാമെന്ന് പറയുകയാണ് മുത്തശ്ശി. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി ഇപ്പോൾ കാപ്പി തിളപ്പിക്കാൻ അകത്തേക്ക് പോയിരിക്കുകയാണ്. ഈ സമയം അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അർച്ചന അവിടെ അയയിൽ കുഞ്ഞിൻ്റെ ഉടുപ്പുകൾ കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഉടനെ മീനാക്ഷിയും അർച്ചനയും കൂടെ പറയുന്നുണ്ട്. ഇത് അർച്ചന പറയുന്നു, അയ്യോ ഇത് എൻ്റെ കുഞ്ഞിൻ്റെ ഉടുപ്പാണല്ലോ എന്ന് പറയുമ്പോൾ മീനാക്ഷി ഇത് കണ്ടുകൊണ്ട് മീനാക്ഷിയും പറഞ്ഞു, അയ്യോ ശരിയാ, ഇത് എൻ്റെ മകളുടെ ഉടുപ്പാണല്ലോ എന്ന് പറഞ്ഞ് അവരിപ്പോൾ ഓടിച്ചെന്ന് ആ ഉടുപ്പ് എടുക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശിയോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എങ്ങനെ ഈ കുഞ്ഞുടുപ്പുകളൊക്കെ ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇന്നലെ ഈ വഴിക്ക് 2 നാടോടി സ്ത്രീകൾ 2 കുട്ടികളുമായിട്ട് വന്നിരുന്നു, അവരുടെ പിള്ളേരുടെ ഉടുപ്പാണെന്നാണ് തോന്നുന്നത് എന്ന് മുത്തശ്ശി പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ തന്നെയുണ്ട്, അവർ അധിക ദൂരം പോയിട്ടുണ്ടാവില്ല, നമുക്ക് എത്രയും വേഗം കണ്ടെത്തണം എന്ന് പറഞ്ഞ് മുത്തശ്ശി ഞങ്ങൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് അർച്ചനയും മീനാക്ഷിയും കൂടി ഇപ്പോൾ അവിടെ നിന്നും പെട്ടെന്ന് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ അവർ നടന്ന് ഒരു റോഡ് കാണുന്ന ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അവർ നടന്ന് തളർന്നിരിക്കുകയാണ്. അപ്പോൾ അതുവഴി ഒരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടി കണ്ട് അവർ പറയുന്നു, നമുക്ക് ആ വണ്ടി ഒന്ന് കൈ കാണിച്ച് നോക്കാം, നിർത്തിയാലോ എന്ന് പറഞ്ഞ് അവർ കൈ കാണിച്ച് നോക്കുകയാണ്. എന്തായാലും ആ വണ്ടി നിർത്തുന്നുണ്ട്. ഞങ്ങൾക്കൊരു ലിഫ്റ്റ് തരുമോ എന്ന് അർച്ചന ചോദിക്കുന്നു. അപ്പോൾ അതിലുള്ള ആൾക്കാർ പറയുന്നു, അതിനെന്താ കയറിക്കോളൂ എന്ന് പറഞ്ഞ് അവർ ആ വാഹനത്തിൽ കയറുകയാണ്. ആ വാഹനം അടുത്തുള്ള ഏതോ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വാഹനമായിരുന്നു. അതിൽ കുറേ കളിപ്പാട്ടങ്ങളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. ആ വാഹനത്തിൽ വേറെയും 2-3 പേർ വാഹനത്തിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഒരു പിക്കപ്പ് വാൻ പോലത്തെ ഒരു വാഹനമായിരുന്നു അത്. അവരങ്ങനെ ആ വാഹനത്തിൽ കയറിയിരുന്ന് അവർ എത്തുന്നത് ഒരു അമ്പലത്തിലാണ്, അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാണ്. അവരങ്ങനെ സ്ഥലമെത്തി അവർ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ ആ വാഹനത്തിൽ തന്നെ ആ നാടോടി സ്ത്രീകളും അവരുടെ അർച്ചനയുടെയും മീനാക്ഷിയുടെയും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അവർ പുറകിലൊരു കുറേ പൂക്കളൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ മറയത്താണ് അവർ ഇരുന്നത്. അത് കാരണം അർച്ചനയും മീനാക്ഷിയും ഇത് കാണുന്നില്ല. ഇത് കാണാതെ അവർ ആ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ നാടോടി സ്ത്രീകളാകട്ടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് നടക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പോവുകയാണ് അവർ. പെട്ടെന്ന് തന്നെ അർച്ചന തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടികളെ കാണുന്നുണ്ട്. അങ്ങനെ കുട്ടികളെ കണ്ടുകൊണ്ട് അവർ പെട്ടെന്ന് ഓടുകയാണ്. ഈ നാടോടി സ്ത്രീകളുടെ പുറകെ എടുത്ത് ഓടുന്നു. അർച്ചനയും മീനാക്ഷിയും ആ നാടോടി സ്ത്രീകൾ പോകുന്നതിന് പുറകെ തന്നെ ഓടിപ്പൊക്കോണ്ടിരിക്കുകയാണ്. നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് അവർ പുറകെ അർച്ചനയും മീനാക്ഷിയും പുറകെ ഓടുന്നുണ്ട്. എന്നാൽ അവർ നിൽക്കാതെ, ആ നാടോടി സ്ത്രീകൾ നിൽക്കാതെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.